നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അനുമോളെ പൊക്കിയിരിക്കുകയാണ്. എപ്പോഴും അനുമോൾ ഇങ്ങനെ അടുക്കളയിൽ വിളമ്പാൻ നിൽക്കുമ്പോഴാണല്ലോ പ്രശ്നമുണ്ടാകുന്നത് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പുതിയ പ്രൊമോയിൽ തുടക്കം തന്നെ സാബുമോൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നു, പയറിൽ നിന്നാണല്ലോ ഒരു വഴക്കുണ്ടായത്, എന്ത് പറ്റി? അപ്പോൾ സാബുമോൻ പറയുന്നുണ്ട്, ഇത്രയും നീ കഴിച്ചാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു. അനുമോൾ പറഞ്ഞതാണ് പറഞ്ഞത്. അപ്പം ലാലേട്ടൻ അനുമോളെ വിളിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അയ്യോ ലാലേട്ടൻ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് അനുമോൾ ഇങ്ങനെ ന്യായീകരിക്കാൻ നോക്കുമ്പോൾ ലാലേട്ടൻ അപ്പോൾ തന്നെ പറയുന്നുണ്ട്, എപ്പോഴും അനുമോൾ ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ വിളമ്പാൻ കയറുമ്പോഴാണല്ലോ പ്രശ്നമുണ്ടാകുന്നത്. ലാലേട്ടൻ ആ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. പക്ഷേ അനുമോള് നീ ഇത്രയും കഴിച്ചാൽ മതി എന്നൊന്നും ആ ഒരു ഡയലോഗൊന്നും പറഞ്ഞില്ല. ഇത് കഴിഞ്ഞിട്ട് ആദിലയുടെ അടുത്ത് ചോദിക്കുന്നു, എന്തൊക്കെയാ മോളെ വിളിച്ച് പറഞ്ഞത്? പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇതിനെല്ലാം ശേഷമാണ് നെവിൻ്റെ അടുത്ത് ലാലേട്ടൻ ഒരു അഭിപ്രായം ചോദിക്കുന്നത്. അത് ചോദിച്ചത് മാത്രമേ ലാലേട്ടൻ ഓർമ്മയുള്ളൂ. നെവിൻ പറയാണ്, ഇപ്പോഴും ഇവറ്റുകൾക്കൊരു നാണമില്ല, ചുമ്മാ ഈ ചെറുപയറും അരിയും ഇങ്ങനത്തെ ഈ ചീള് കേസ് പറഞ്ഞുകൊണ്ട് ഇതിന് കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, ഓ എന്നാൽ ശരി, നീ എന്നാൽ അതിനൊരു പ്രതിവിധി പറയാമോ? അപ്പോൾ നെവിൻ പറയുകയാണ്, ഇനി ഇവിടെ കുക്കിങ്ങേ വേണ്ട, സമയാസമയത്തിന് ആഹാരം ബിഗ് ബോസ് തരട്ടെ. ഇത് കേട്ടിട്ട് ലാലേട്ടൻ അങ്ങ് ഞെട്ടിപ്പോയി. ഇവനോട് ചോദിച്ചത് അബദ്ധമായിപ്പോയി, മൂർഖനാണല്ലോ ചവിട്ടിയത് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നെവിൻ്റെ അടുത്ത്, എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പറ, ഞാനെന്നാൽ ഇപ്പം തന്നെ എഴുതി അങ്ങോട്ട് നിങ്ങൾക്ക് എല്ലാം അങ്ങ് പറഞ്ഞ് അയച്ചേക്കാം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ തിരിച്ചൊരു ഡയലോഗ് അടിക്കുന്നു. അപ്പം നെവിന് മനസ്സിലായി ഇത് കുത്തി പറഞ്ഞതാണ് എന്ന്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൻ കോമഡിയാണ്. പ്രശ്നങ്ങളൊക്കെ ലാലേട്ടൻ നൈസായിട്ട് ഒരു തണുത്ത രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പ്രൊമോ കണ്ടിട്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി